നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ അതെന്നോട് നേരത്തെ പറയാമായിരുന്നില്ലേ? ഛേ, ഒരു സൂചനയെങ്കിലും തന്നിരുന്നെങ്കിൽ അന്ന് തന്നെ ഞാൻ വക്കീലിനോട് പറ്റില്ല എന്ന് തീർത്ത് പറഞ്ഞേനെ. മക്കളുടെ ഇഷ്ടത്തിന് ഒരിക്കലും ഞാൻ എതിര് നിന്നിട്ടില്ല. അന്ന് ശ്രീദേവി എന്നോട് എന്താ ചോദിച്ചത്? അച്ഛനെ കൊന്നവനെ കണ്ടുപിടിച്ചോന്ന്. കണ്ടുപിടിച്ചു. ബാക്കി കാര്യങ്ങൾ എസ് ഐ അബ്ദുൽ ജബ്ബാർ പറയും. 1992 ആഗസ്റ്റ് 17-ാം തീയതി രാത്രി 11:30 മണിക്ക് നാഷണൽ ഹൈവേയിൽ 28-ാം നമ്പർ മയിൽക്കുറ്റിക്ക് അടുത്ത് വെച്ച് ഈ വീട്ടിലെ ഗ്രഹനാഥനായ കരണ്ട് തങ്കപ്പനെ KL-450 കോൺഗ്രസാക്കാർ ഇടിച്ചു കൊന്ന കേസിലെ 1-ാം പ്രതി ഈ നിൽക്കുന്ന വിഷ്ണുജി മേനോൻ. നോ, ഇതിലെന്തോ കള്ളക്കളിയുണ്ട്. കളി കള്ളമാണോ സത്യമാണോ എന്ന് ഇവൻ പറയട്ടെ. കള്ളം, പച്ചക്കള്ളം. നിങ്ങൾക്കതിന് എന്തെങ്കിലും തെളിവുകളുണ്ടോ? യെസ്, ഐ ഹാവ് സോളിഡ് പ്രൂഫ്. കോൺസ്റ്റബിൾ, പറയടാ, പറയാ പറയൂ. പറയില്ലേ? ഇത് 2-ാം പ്രതി തോമസ് ഊട്ടി. ഈ തെളിവ് പോരെ? മിസ്റ്റർ വിഷ്ണു, യു ആർ അണ്ടർ അറസ്റ്റ്. അമ്മേ, ഞാൻ അന്നേ പറഞ്ഞില്ലേ ഇവൻ കള്ളനാണെന്ന്. ഇപ്പൊ എന്തായി? ഇല്ല, ഞാനത് വിശ്വസിക്കില്ല. ദ്രോഹി, അച്ഛനെ ഇടിച്ചു കൊന്നിട്ട് മോളെ കെട്ടാ നടക്കുന്നു. രണ്ടുപേരും ഇന്നലെ സുഖമായി ഉറങ്ങിയോ? ഇവിടെ സൗകര്യങ്ങളൊക്കെ വളരെ കുറവാണ്. ലംബോദര, എത്ര ദിവസത്തേക്കാ റിമാൻഡ്? 10 ദിവസത്തേക്ക്. ഓ, 10 days. വിഷ്ണു, അതുവരെ എങ്ങനെയെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. അമേരിക്കയിലെ സൗകര്യങ്ങളൊന്നും ഇവിടെ ഉണ്ടാവില്ല. പിന്നെ ഇതിനേക്കാൾ സൗകര്യങ്ങളുള്ള സ്ഥലങ്ങളുണ്ട്. കണ്ണൂര്, പൂജപ്പുര. അതിലേത് വേണമെന്ന് നമുക്ക് സൗകര്യം പോലെ തീരുമാനിക്കാം. ഓരോരുത്തരുടെ വിധിയെ. ലോസ് ഏഞ്ചൽസിൽ കിടക്കേണ്ടവൻ ലോക്കപ്പിൽ കിടക്കുന്നു. കാശ് പോയി, കാറ് പോയി, പ്രേമിച്ച പെണ്ണും പോയി. ലംബോദര, രണ്ടുപേരുടെയും എക്സ്പ്രഷൻ കണ്ടാൽ തന്നെ അറിയാം നല്ലതുപോലെ ദാഹിക്കുന്നുണ്ട്. കുടിക്കാൻ എന്തെങ്കിലും കൊടുക്കും. എന്നാലും ഒരു മനുഷ്യനെ കൊന്നിട്ട് അയാളുടെ വീട്ടിൽ കയറി അയാളുടെ മകളെ തന്നെ പ്രേമിക്കാൻ നീ കാണിച്ച ധൈര്യം ഉണ്ടല്ലോ, അത് ഞാൻ സമ്മതിച്ചിരിക്കുന്നു. കാണിച്ചത് അല്പ ചീപ്നെസ് ആണെന്ന് അറിയാം. പക്ഷെ നിങ്ങളുടെ അടുത്ത് ഇതല്ലാതെ വേറെ മാർഗമില്ല. വരട്ടെ വരട്ടെ. എന്താ പോടാരപ്പേ. ആഹാ, ഇവിടെ വന്നിരിക്കുകയാണോ? ഞാൻ സ്റ്റേഷനിൽ പോയിരുന്നു. വിഷ്ണു ആകെ വിഷമിച്ചിരിക്കുകയാണ്. മനഃപൂർവ്വമല്ല, ഒരബദ്ധം പറ്റിയതാണെന്ന്. ദേവി ഒന്ന് കാണണമെന്നും പറഞ്ഞു. എന്തൊക്കെയായാലും എന്നോട് തുറന്നു പറയാമായിരുന്നല്ലോ. ഇനിയിപ്പോ ഇല്ല, എനിക്ക് കാണണ്ട, ഞാൻ പോവില്ല. എന്തോ നാടി വീടിന്റെ പുറകിൽ ഒരു രഹസ്യം പറിച്ചില്ല? ഒന്നുമില്ല. ഓ, അവിടെ ഒരു ദുഃഖം. തന്തയെ കൊന്നവനെ കെട്ടാൻ പറ്റാത്തതിലുള്ള ദുഃഖമാ. പോയി കുളിച്ച് ആഫീസിൽ പോകാൻ നോക്കടി. നിനക്ക് വക്കീലാഫീസ് പണിയൊന്നും ഇല്ലെന്ന് ഓടി. അവളൊരു ശൃംഗാരി വന്നിരിക്കുന്നു. ശോഭേ, ശ്രീദേവിയുടെ അമ്മയുടെ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചെയ്തോ? അതാ ചെയ്തോണ്ടിരിക്കുന്നത്. വിഷ്ണുവിനെയും തോമസ് ഊട്ടിയും ഞാൻ അകത്താക്കിയത് വീട്ടിൽ അറിഞ്ഞോ? അറിഞ്ഞു. അച്ഛൻ എന്ത് പറഞ്ഞു? SI ജബ്ബാർ കഴിവുള്ള ആളാണെന്ന്. ലംബോര, ഈ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചെയ്താലുടൻ വാങ്ങി അകത്തേക്ക് കൊണ്ടുവരൂ. ശരി സർ. ഹലോ വക്കീൽ സാർ. ഡാമേജ് ഒന്നും ഇല്ലാതെ തിരിച്ചെത്തിയല്ലോ. എങ്ങനെ ഉണ്ടായിരുന്നു ഓൾ ഇന്ത്യ ടൂറൊക്കെ? ഫാന്റാസ്റ്റിക്. എല്ലാം വിശദമായിട്ട് പറയാം. നീ അങ്ങ് കറുത്തുപോയി. എങ്ങനെ കറക്കായിരിക്കും? വെയിലും പൊടിയും കൊണ്ടുള്ള യാത്രയല്ലേ. ഇച്ചാൻ വിളിച്ചിരുന്നോ? ഇല്ല. വേണമെങ്കിൽ നിന്റെ സേഫ് ലാൻഡിങ്ങിന്റെ വിവരം ഒന്ന് വിളിച്ചു പറ. വേണ്ട വേണ്ട. എന്റെ കൂടെ ഉണ്ടായിരുന്ന ഫ്രണ്ട്സ് ഇന്ന് അവിടെ എത്തും. ഞാൻ അവരോട് പറഞ്ഞയച്ചിട്ടുണ്ട്. വക്കീലായിട്ടൊന്ന് കൂടിയിട്ടേ വരുവുള്ളെന്ന്. നല്ല ഗോം ഫെനി കൊണ്ടുവന്നിട്ടുണ്ട്. വേണ്ടെന്ന് മാത്രം പറയരുത്. നീ പാടുപെട്ട് കൊണ്ടുവന്നതല്ലേ, കൂടിക്കളയാം. മാത്രമല്ല, മൊത്തത്തിൽ ഞാൻ അല്പ സന്തോഷത്തിന്റെ മൂടില്ല. എവിടെയാ നിന്റെ ക്യാമ്പ്? നമ്മുടെ സ്ഥിരം ക്യാമ്പ് തന്നെ, സീഗാർഡ്. എന്താ ലംബോര? സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചെയ്ത് കിട്ടി സാർ.
ആ ലാലു ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്യേ. ഇന്ന് തന്നെ അർജന്റ് ആയിട്ട് ഡെസ്പാച്ച് ചെയ്യേണ്ട ചില പേപ്പേഴ്സ് ഉണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് ഇറങ്ങാം. ഓ ആ വായിക്കേ. ടു ദ മാനേജർ ജനറൽ ഇൻഷുറൻസ്. അതൊന്നും വേണ്ട, മാറ്റർ മാത്രം വായിച്ചാൽ മതി. സർ, എന്റെ ഭർത്താവും കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിൽ ലൈൻമാനുമായിരുന്ന തങ്കപ്പൻ എന്ന കറണ്ട് തങ്കപ്പനെ 1992 ആഗസ്റ്റ് 17 രാത്രി 11:30 മണിക്ക് നാഷണൽ ഹൈവേയിലെ 28 നമ്പർ മയിൽക്കുറ്റിക്ക് അടുത്ത് വെച്ച് KL 4/5050 നമ്പറുള്ള കോണ്ടസ കാർ ഇടിച്ചു കൊന്ന വിവരം അറിയിച്ചു കൊള്ളുന്നു. ചേട്ടാ ആ, ഒരു അരമണിക്കൂറൂടെ വെയിറ്റ് ചെയ്യലാലു. അതല്ല ചേട്ടാ, ആ സ്റ്റേറ്റ്മെന്റിലെ സ്ഥലവും തീയതി ഒന്നുകൂടെ വായിക്കാൻ പറ. അതെന്തിനാ? കാര്യമുണ്ട്, പ്ലീസ് വായിക്കാൻ പറ. വായിച്ചേ. 1992 ഓഗസ്റ്റ് 17 രാത്രി 11:30 മണിക്ക് നാഷണൽ ഹൈവേയിലെ 28 നമ്പർ മയിൽക്കുറ്റിക്ക് അടുത്ത് വെച്ച് KL 45050 എന്ന നമ്പറുള്ള കോണ്ടസ കാർ. ചേട്ടാ എന്താ ലാലു? ചേട്ടൻ വന്നേ. എന്താ കാര്യം? കാര്യമുണ്ട്, പറയാ പാ. നീ എന്താ ഈ കാണിക്കുന്നത്? ഇന്ന് തന്നെ ആ സ്ത്രീയെ കൊണ്ട് സൈൻ ചെയ്യിക്കേണ്ട ചില പേപ്പേഴ്സാ. ആ ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ. പറഞ്ഞു തൊലയ്ക്ക്. ആ മരിച്ചാളിന്റെ പേരെന്താ പറഞ്ഞത്? തങ്കപ്പൻ, കറണ്ട് തങ്കപ്പൻ. അയാള് മരിച്ച ആ കാർ ഇടിച്ചല്ല. അത് നിനക്കെങ്ങനെ അറിയാം? എനിക്കറിയാം. അന്ന് പകല ടൂറിന് ഞങ്ങളിവിടെ വന്നത്. ചേട്ടൻ ഓർമ്മയുണ്ടോ? ആ ഉണ്ട്. പകൽ റെസ്റ്റ് ചെയ്ത് അന്ന് രാത്രി ഞങ്ങൾ ഗോവയ്ക്ക് പുറപ്പെട്ടു. ബൾബ് പോയെന്നാ തോന്നുന്നു. വേറൊന്ന് സ്പെയർ എടുത്ത് വെച്ചിട്ടുണ്ട്. ആ അതേതായാലും നന്നായി. അതിന് ആരെങ്കിലും കൊണ്ടുവരും. അടിച്ച് പാമ്പാണെന്നാ തോന്നുന്നു. അവന്മാർ നിർത്താതെ പോകുന്നുണ്ടോ? വാ നമുക്ക് നോക്കാം. എന്ത് പറ്റിയേട്ടാ? പിടി പിടി പിടി. ചേട്ടോ കുഴപ്പമൊന്നുമില്ലല്ലേ? മുറിവല്ലോണ്ടോ? ഇത് ഞങ്ങളാപ്പാ. ചേട്ടാ ചെരുപ്പ്. കറണ്ട് തങ്കപ്പന്റെ ഒരുത്തന്റെയും സഹായം വേണ്ട. പോടാ പോടാ പോടാ. ഇതൊക്കെ പറയുന്നത് ഇന്നത്തെ കാലത്ത് ഒരുത്തിനെ സഹായിക്കരുത്, മനസ്സിലായോ? ഇനി ഇവിടെ നിന്ന് അപകടമാ. നമ്മുടെ പ്രോഗ്രാം എല്ലാം തെറ്റും. വാ. കാറിന്റെ നമ്പർ എത്രയാന്നാ പറഞ്ഞത്? KL 777. KL 777. ഉറപ്പാണോ? ഞാൻ കണ്ടതല്ലേ.